പ്രവചനാതീതമായ രാഷ്ട്രീയ ചടുലതകൾക്കും വാശിയേറിയ പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച പാലാ നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും വിജയക്കൊടി പാറിച്ച് മാണി സി കാപ്പൻ. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ പോരാട്ടത്തിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കാപ്പൻ പാലായുടെ ജനനായകൻ എന്ന പട്ടം കാത്തുസൂക്ഷിച്ചത്. 5 പതിറ്റാണ്ടുകാലം KM മാണി എന്ന അതികായകൻ അടക്കിവാണ മണ്ണിൽ 2019 ഉപതെരഞ്ഞെടുപ്പിലൂടെ അട്ടിമറി വിജയം നേടിയാണ് മാണി സി കാപ്പൻ ചരിത്രം കുറിച്ചത്. എന്നാൽ അത് വെറും ഒരു ഭാഗ്യപരീക്ഷണമല്ലെന്നും പാലാക്കാരുടെ മനസ്സിൽ തനിക്കൊരു സ്ഥിരപ്രതിഷ്ഠയുണ്ടെന്നും അടിവരയിടുന്നതാണ് ഈ വിജയം. ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ മാണി സി കാപ്പൻ നടത്തിയ വൈകാരികവും എന്നാൽ രാഷ്ട്രീയ പ്രസക്തവുമായ പരാമർശം ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. KM മാണിയോട് പൊരുതി ഞാൻ 3 വട്ടം പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണി തന്നോട് 2 വട്ടമേ പരാജയപ്പെട്ടിട്ടുള്ളൂ എന്നായിരുന്നു കാപ്പന്റെ വാക്കുകൾ. പാലായുടെ രാഷ്ട്രീയ ചരിത്രത്തെ മുഴുവൻ സംഗ്രഹിക്കുന്നതായിരുന്നു ഈ ഒറ്റ വരി. 5 പതിറ്റാണ്ടുകാലം പാലായെ നയിച്ച KM മാണി എന്ന കരുത്തനായ നേതാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ മകൻ ജോസ് കെ മാണിയെ തറ പറ്റിക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മവിശ്വാസമാണ് ഈ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ജോസ് കെ മാണിയെ ഒരിക്കൽ കൂടി പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്നതിനകത്താണോ? അതുപോലെ മാണി സാറിനോട് ഞാൻ 3 പ്രാവശ്യം പരാജയപ്പെട്ടതല്ലേ, അതിനൊരു പ്രതികാരം ഇത് 2 ഉള്ളൂ. ഇങ്ങനെ UDF ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോവുകയാണ്. ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ അത് UDF തീരുമാനിക്കേണ്ടത്. വികസന മുരടിപ്പും രാഷ്ട്രീയ ധാർമ്മികതയും ചർച്ചയായ തിരഞ്ഞെടുപ്പിൽ വ്യക്തിപ്രഭാവം കൊണ്ടും വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയും കാപ്പൻ വോട്ടർമാരെ സ്വാധീനിച്ചു. വോട്ടെണ്ണലിന്റെ ആദ്യ റൗണ്ടുകൾ മുതൽ തന്നെ കൃത്യമായ ലീഡ് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. പാലാ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ 50,799 വോട്ടുകൾ വാരിക്കൂട്ടിയാണ് മാണി സി കാപ്പൻ തന്റെ ആധിപത്യം ഉറപ്പിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികളായിരുന്ന LDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിക്ക് 47,808 വോട്ടുകൾ മാത്രമേ നേടാനായുള്ളൂ. അതായത് 2,991 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കാപ്പൻ പാലായെ വീണ്ടും തന്റെ കൂടെ നിർത്തിയത്. അതേസമയം NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷോൺ ജോർജ് 35,304 വോട്ടുകൾ നേടി തന്റെ സാന്നിധ്യം ശക്തമായി അറിയിച്ചു. 3 മുന്നണികളും തമ്മിൽ നടന്ന ഈ ത്രികോണ മത്സരത്തിൽ അന്തിമ വിജയം പാലക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട കാപ്പനൊപ്പം നിൽക്കുകയായിരുന്നു. മാണി സി കാപ്പന്റെ വിജയത്തെ വിശകലനം ചെയ്യുമ്പോൾ കേവലമായ രാഷ്ട്രീയ കണക്കുകൾക്കപ്പുറം ഹൃദയബന്ധങ്ങളുടെ വലിയൊരു കഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലാ എന്ന രാഷ്ട്രീയ ഹൃദയഭൂമി കാപ്പൻ എന്ന മനുഷ്യനോട് കാണിക്കുന്ന അചഞ്ചലമായ സ്നേഹത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ വിജയം. ഇതിനു പുറമെ കഴിഞ്ഞ വർഷങ്ങളിൽ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിന്റെ തുടർച്ച വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹവും വിജയത്തിന്റെ ആക്കം കൂട്ടി. ഈ വിജയവാർത്ത പുറത്തു വന്നതോടെ ആവേശഭരിതരായ അണികൾ ആഹ്ലാദ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസത്തിന്റെ വിജയമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു.